السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال نبينا رسول الله صلى الله عليه وسلم: اللهم إنا نعوذ بك علم لا ينفع. وقال أيضا: مجلس العلم روضة من رياض الجنة. ബഹുമാന ആദരവ് നിറഞ്ഞ യോഗാധ്യക്ഷൻ, നമ്മുടെ മദ്രസ പ്രസിഡന്റ് സത്താർ സാഹിബ് അവറുകൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ മഹലിൻ്റെ അമരക്കാരൻ സുലൈമാൻ ഉസ്താദ് അവറുകൾ, അതുപോലെ ഇവിടെ സന്നിഹിതരായ ഭാരവാഹികൾ, കാരണവന്മാർ, പിഞ്ചുമക്കൾ, ഉമ്മപെങ്ങന്മാർ, സഹോദരി സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സുലൈമാൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കേവലം രണ്ടാഴ്ച കൂടുമ്പോൾ മദ്രസയിലൊന്ന് കയറി ഇറങ്ങുക എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല നമ്മൾ ഈ ക്ലാസ്സിലൂടെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന അമലുകൾ കൃത്യവും തെറ്റുകുറ്റങ്ങൾ കൂടാതെ എല്ലാത്തിൻ്റെയും നസ്വായ കാര്യങ്ങൾ മനസ്സിലാക്കി നാം ചെയ്യുന്നതിൻ്റെ സ്വത്ത മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യാൻ, ചെയ്യുന്ന അമലുകൾ നിത്യജീവിതത്തിൽ നിന്ന് അടർന്നു പോവാതിരിക്കാൻ, ചെയ്യുന്ന അമല് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് അനുവർത്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നാം അറിയാതെ നമ്മളിൽ ഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, പാപക്കറകൾ മായ്ച്ചു കളയാൻ അത് കാരണമായി ചെയ്യും. കാരണം മജ്ലിസിലെ ഇൽമ് എന്ന് പറയുന്നത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ടെങ്കിൽ ഒന്ന് ഇൽമ് പഠിക്കുന്ന സദസ്സാണ്, മറ്റൊന്ന് ഉമ്മാന്റെ മടിത്തട്ടാണ്, ഉമ്മാന്റെ കാൽപാദമാണ്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ഉറ്റവർ, ഉടയവർ, മറ്റു ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ ഹളറത്തിലേക്ക് നമ്മളുടെ ഈ പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും നാം വരാൻ ഹദ്ദാദാത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. വിശിഷ്യ നമ്മുടെ പള്ളിക്കാട്ടിൽ അന്തരീക്ഷം കൊള്ളുന്ന ഒരുപാട് സത്യവിശ്വാസികൾ, അവരുടെ ഖബർ വെളിച്ചമാകാൻ ഈ മജ്ലിസ് അല്ലാഹു സബബായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരെയും, എല്ലാ മഹത്തുക്കളെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒത്തൊരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. നേരത്തെ ഉസ്താദ് അവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലഘുലേഖ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൈപ്പറ്റുന്നതിന് മുമ്പ് ഉസ്താദ് നിങ്ങളോട് ചെറിയൊരു ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് കൈപ്പറ്റി കഴിഞ്ഞാൽ അല്പമെങ്കിലും ഇത് ജീവിതത്തിൽ പകർത്തുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇത് വാങ്ങാവൂ എന്നുള്ളത്. ഞാൻ 30 കോപ്പിയാണ് ഇത് എടുത്തിരുന്നത്. അതിലൊരു കോപ്പി പോലും ഇവിടെ ബാക്കി വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം 30 ആളുകളും ഇത് തയ്യാറായി എന്നുള്ളതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊരു ഇൽമു പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അതിനാര് മോട്ടീവായി കഴിഞ്ഞോ
അതിനാര് കാരണമായി കഴിഞ്ഞോ അവർക്കും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി മൻ അല്ലമ ഇൽമൻ ഫലഹു അജ്റു മൻ അമില ബിഹി ലാ യൻഖുസു മിൻ അജ്രി അമിൽ. അത് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒട്ടുമേ കുറയാതെ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഇൽമ് പഠിക്കുക എന്നുള്ളതല്ല, ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടാവുക എന്നുള്ളതാണ്. അറിവല്ല പ്രധാനം, തിരിച്ചറിവാണ് പ്രധാനം. ഇൽമുള്ള എല്ലാവർക്കും അമൽ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഉള്ള അറിവനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീഖ് അതാണ്. എന്തിനും ഏത് റബ്ബിന്റെ തൗഫീഖ് അനിവാര്യമാണ്. റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതെ നമ്മുടെ മഹല്ലിൽ 150ഓളം ആളുകളുണ്ട്, വീടുകളുണ്ട്. അതിൽ ഓരോ വീട്ടിലും 3-4 അംഗങ്ങൾ, ചുരുങ്ങി പറയുക 500 ആളെങ്കിലും നമ്മുടെ മഹല്ലിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇന്നത്തെ മജ്ലിസിൽ വരാൻ അള്ളാഹു തൗഫീഖ് നൽകിയവരാണ് ഞാനും നിങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ തേടേണ്ട തേട്ടം, പടച്ച റബ്ബേ എനിക്ക് അറിയുന്ന അറിവനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ് എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത നമ്മുടെ നേതാവ് ഖാത്തിമുൽ അംബിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും റബ്ബിനോട് തേടിയിരുന്ന തേട്ടം അതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ഇൽമൻ ലാ യൻഫഉ. പടച്ച റബ്ബേ ഇൽമ് വേണം, അല്ലാഹുമ്മ സിദ്നി ഇൽമ എന്ന് പലതവണ പല സമയത്തും ദുആ ചെയ്ത നബി തങ്ങൾ പോലും ഉപകാരമില്ലാത്ത അറിവ് തരരുത് റബ്ബുരാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽമ് പഠിക്കാതിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, മറിച്ച് പഠിക്കുന്ന ഇൽമനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ വിഷയം വുളൂഇനെ കുറിച്ചാണ്. വുളൂഇന്റെ മഹത്വം, അതിൻ്റെ അനിവാര്യത. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അംഗശുദ്ധി എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമേറിയ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തിയതാണ്. 3 കാര്യങ്ങളാണ് നമ്മുടെ മേൽ അനിവാര്യമായിട്ടുള്ളത്. ഒന്ന് ഇസ്ലാം, ഒന്ന് ഈമാൻ, ഒന്ന് ഇഹ്സാൻ. ഈമാൻ എന്നുള്ളത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അള്ളാഹുവിലും മലക്കുകളിലും കിതാബിലും സ്വർഗ്ഗത്തിലും നരകത്തിലും അന്ത്യനാളിലും എന്നിങ്ങനെ തുടങ്ങി വിശ്വസിക്കേണ്ട നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈമാൻ എന്നുള്ളത്. ഇസ്ലാം എന്നുള്ളത് നമ്മുടെ കർമ്മപരമായ വിഷയമാണ്. ഇഹ്സാൻ നമ്മുടെ സ്വഭാവ സംസ്കരണമാണ്. ഈ കർമ്മപരമായ കാര്യത്തിൽ നമുക്ക് നിർബന്ധമായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫർള് ഐനുമുണ്ട്, ഫർള് കിഫയുമുണ്ട്. അഥവാ സ്വന്തം ചെയ്യേണ്ട കാര്യമുണ്ട്. കിഫായ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും ശിക്ഷ ചെയ്ത് രക്ഷപ്പെടുന്ന ഫർള് കിഫ, മയ്യത്ത് പരിപാലനം പോലെ, മയ്യത്ത് നിസ്കാരം പോലെ. ഫർള് ഐനായിട്ടുള്ള നമ്മുടെ മേൽ ബാധ്യതയാണ് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങിയതൊക്കെ. ഈ സകാത്തായാലും നോമ്പായാലും അതുപോലെ തന്നെ ഹജ്ജായാലും നമ്മുടെ അഖീദ പൂർണ്ണമായി കഴിഞ്ഞാൽ, ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മുസ്ലിമാണ് എന്ന് നമുക്ക് വാദമുണ്ടായി കഴിഞ്ഞാൽ, അതാണല്ലോ ഷഹാദത്ത് എന്ന് പറയുന്നത്. ആരാധ്യൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. മുത്തുനബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടല്ല നിർബന്ധമായ മറ്റു 4 ഘടകങ്ങൾ: നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതിൽ 3 കാര്യം, സകാത്ത് ആവട്ടെ, നോമ്പാവട്ടെ, അതുപോലെ തന്നെ ഹജ്ജാവട്ടെ, ഇതിനൊക്കെയും മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അതീതമായി കൊണ്ടാണ് നിർബന്ധവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വരിക. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രായപൂർത്തി എത്തിയിട്ടുണ്ടോ, നിസ്കാരത്തിന്റെ സബബായ ഹൈള്, നിഫാസ്, പ്രസവം, മറ്റുള്ള കാര്യങ്ങൾ ഇത് കഴിച്ച്
മറ്റു പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഏതൊരു മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാക്കപ്പെട്ട ഘടകമാണ് നിസ്കാരം എന്നത്. ആ നിസ്കാരം ഉപേക്ഷിക്കാൻ അവന്റെ തൊഴിൽ തടസ്സമാവാൻ പാടില്ല, അവന്റെ മക്കൾ തടസ്സമാവാൻ പാടില്ല, അവന്റെ മറ്റുള്ള കാര്യങ്ങൾ തടസ്സമാവാൻ പാടില്ല. 3 സബബുകളാണ് നിസ്കാരത്തിനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ നിസ്കാരത്തിന്റെ ഭാഗം വിശദീകരിക്കും. ഉറക്കം, മറവി, യാത്ര. ആ സമയത്ത് വിശദീകരിക്കാം. അപ്പൊ ചുരുക്കി പറയാൻ, നിസ്കാരം സ്വഹീഹ് ആവണമെന്നുണ്ടെങ്കിൽ 5 ഘടകങ്ങളുണ്ട്, 5 ഷറത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകമാണ് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നത്. 2 അശുദ്ധിയാണ് നമുക്കുള്ളത്. ഒന്ന് ഗൗരവമേറിയ, ഒന്ന് ഗൗരവം കുറഞ്ഞതും. ചുരുക്കി പറഞ്ഞാൽ ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി എന്ന് നമ്മൾ പറയും. ഈ ചെറിയ ശുദ്ധി നീങ്ങാൻ വുദൂ ചെയ്യണം, വലിയ ശുദ്ധി നീങ്ങാൻ കുളിക്കണം. ആ വുദൂ എന്നുള്ളത് നിസ്കാരത്തിൽ പെട്ടതല്ലെങ്കിലും, കുളി എന്നുള്ള നിസ്കാരത്തിൽ പെട്ടതല്ലെങ്കിലും, നിസ്കാരം സ്വഹീഹാവാനുള്ള നിബന്ധനയാണ്. നിസ്കാരത്തിൽ പെട്ടതല്ലെങ്കിലും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവില്ല. അങ്ങനത്തെ 5 കാര്യങ്ങൾ. അതിൽ ഒന്നാമതാണ് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. അതിൽ ചെറിയ അശുദ്ധി നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുദൂ എടുക്കുന്നത്. വുദൂ എന്നുള്ളത് വലിയ മഹത്തരമായ, വലിയ പ്രതിഫലാർഹമായ, നാം ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു അമലാണ് വുദൂ എന്നുള്ളത്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി തങ്ങൾ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാം, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും, നിങ്ങളിൽ നിന്ന് ഒരാളുടെയും നിസ്കാരം ഖബൂൽ ചെയ്യുകയില്ല, നിസ്കാരം സ്വീകാര്യമാവുകയില്ല. ഇദാ അഹ്ദസ, അശുദ്ധിയായി കഴിഞ്ഞാൽ, ഹത്താ യതവല്ല, ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് വരെ, വുദൂ എടുക്കുന്ന, വുദൂ ഇല്ലാതെ നിങ്ങളുടെ നിസ്കാരം സ്വഹീഹല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ യക്കശങ്കക്ക് വകയുണ്ട്. നിങ്ങൾക്ക് വുദൂ ഉണ്ടാവാകാരം എന്ന ചിന്തയോടുകൂടി പോലും നിസ്കരിക്കാൻ പാടില്ല. വുദൂ മുറിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ വുദൂ ഉണ്ട് എന്നെടുക്കാം. നേരെ മറിച്ച് ഞാൻ വുദൂ എടുത്തോ ഇല്ലയോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നെടുക്കണം. അഥവാ സംശയം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉറപ്പുള്ളതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ വുദൂ മുറിഞ്ഞോ ഇല്ലയോ എന്ന് സംശയിക്കുമ്പോൾ വുദൂ എടുത്തുകൊണ്ടുള്ള കാര്യം ഉറപ്പാണ്, ഇനി മുറിഞ്ഞിക്കണോ ഇല്ലേ എന്നതാണ് സംശയം. അപ്പൊ അവിടെ വുദൂ ഉള്ളതായിട്ട് നമുക്ക് പരിഗണിക്കാം. നേരെ മറിച്ച് വുദൂ എടുത്തോ എടുത്തില്ല സംശയം, അപ്പൊ അവിടെ നമ്മൾ വുദൂ എടുത്തിട്ടില്ല എന്നെടുക്കണം. ഉറപ്പുള്ള കാര്യം അതാണ്. എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ഓർമ്മ ഇട്ടിട്ടില്ല, എപ്പോഴാണ് വുദൂ എടുത്തെന്ന് ഓർമ്മ ഇട്ടിട്ടില്ല. ഇനി വുദൂ ഉള്ള ആള് തന്നെ അടുത്ത വുദൂഇന്, ഓരോ വക്തിന് വേണ്ടി വുദൂഇന് പുതുക്കൽ അതിനേക്കാൾ പുണ്യമുള്ള അമലുമാണ്. ഒരിക്കല് മഹാനായ അബൂ ശൈഖ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നബി തങ്ങള് സ്വഹാബത്തിനോട് അവിടുന്ന് മഹ്ശറയിലെ ചില കാര്യങ്ങൾ, ഖബറിലെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നബി തങ്ങൾ പറഞ്ഞു, ഉമിറ ബി അബ്ദിൻ മിൻ ഇബാദില്ലാഹി തആല, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന, എല്ലാ സൽക്രമവും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അല്ലാഹു കൽപ്പിച്ചു, അവന്റെ ഖബറിൽ വെച്ചുകൊണ്ട് അവന് 100 അടി അടിക്കാൻ വേണ്ടിയിട്ട് മലായികത്ത് അല്ലാഹു കൽപ്പിക്കുകയാണ്. മലക്കുകൾ അടി തുടങ്ങി. വലം യസൽ യസ്അലു വയദു ഹത്താ സ്വാറത്ത് ജൽദത്തൻ വാഹിദ. ഓരോ അടികൾ ഇങ്ങനെ കിട്ടുമ്പോഴും ഈ മനുഷ്യൻ കേണപേക്ഷിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, അല്ലാതെ വേദന സഹിക്കുന്നുണ്ട്. പക്ഷേ മലക്കുകളോട് അള്ള കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ മലക്കുകൾ എന്താവൂല അവിടെ അന്വേഷിക്കുന്നത്. മലക്കുകളുടെ പ്രത്യേകത അതാണ്, കൽപ്പിക്കപ്പെട്ടത് അനുസരിക്കുക എന്നുള്ള പോലെ പണി. നമുക്ക് തീറ്റല്ല, കുടിയില്ല, ക്ഷീണമല്ല, വിഷമല്ല, ഒന്നുമില്ല. കൽപ്പിച്ചതെന്തോ അത് ചെയ്യുക എന്നുള്ളത് മലക്കുകളെ പണി. അങ്ങനെ ഈ മനുഷ്യൻ 100 അടി തീർന്ന സമയത്ത് അവിടുന്ന് മാത്രമല്ല അവസാനം ഒരു
ഓരോ അടിയടിക്കുമ്പോഴും തീരാനുള്ള വലിയൊരു നാളം ആ ഖബറിൽ നിറയാനും തുടങ്ങി എന്നാണ്. അതിനുശേഷം ഫലം ആ തീയൊക്കെ നീങ്ങി അടി കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അലാമാ ജല്ലതുമൂനി, എന്തിനാ നിങ്ങൾ എങ്ങനെ അമ്മാര് വലിയ പേറല് പേറുന്നത്? നല്ല മനുഷ്യനാണ്, ഇബാദത്ത് എടുക്കുന്നവനാണ്, 5 നിസ്കാരം നിലനിർത്തുന്നവനാണ്, ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് സ്വയം വിലയിരുത്തിയ വ്യക്തിയായിരുന്നു. ഖബറിന്ന് അടി കിട്ടിയപ്പോഴും ഓർമ്മയില്ല, എനിക്കെന്തിനാ അടി കിട്ടുന്നത്, ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ഞാൻ ചെയ്താൽ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു മനുഷ്യനുണ്ടായിട്ടില്ലായിരിക്കുക. അപ്പൊ അവിടെ നിന്ന് മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്തിനാണ് നിനക്കാലോ? അപ്പൊ പറഞ്ഞു, ഇന്നക സ്വല്ലൈത, നീ നിസ്കരിച്ചിട്ടുണ്ട്, സ്വലാത്തൻ, നിന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം, ബിഗൈരി തഹൂറിൻ, ശുദ്ധിയില്ലാതെ നിന്റെ ജീവിതം നീ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നല്ലോണം എല്ലാ വക്തും നന്നായി നിസ്കരിക്കുന്ന വ്യക്തി ഒരു നിസ്കാരം നിസ്കരിച്ചവർ ഏക്കശങ്കയിലാണ് നിസ്കരിച്ചത്, അതിനാണ് അടി കിട്ടിയത് ഖബറിൽ വെച്ചുകൊണ്ട്. ഓരോ അടി കിട്ടുമ്പോഴും ഖബർ ആളി കത്തിയിരുന്നു എന്ന് മഹാനായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വേറൊരു തെറ്റും കൂടി നീ ചെയ്തിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ. നീ നടന്നു പോയപ്പോ ബിമദ്ലൂമിൻ, ഒരു പാവപ്പെട്ട വ്യക്തിയെ ആക്രമിക്കുന്നു നീ കണ്ടിട്ട്, വലം തൻസുറുഹു, നീ അവനെ സഹായിച്ചതുമില്ല. ഈ 2 കാരണം കൊണ്ടാണ് നിനക്ക് ഈ 100 അടി കിട്ടിയത് എന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വുളൂ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. വുളൂ നിത്യമാക്കാൻ നമുക്ക് സാധ്യമായാൽ വലിയ മഹത്വമുണ്ട്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, ഇദാ തവല്ലഅൽ അബ്ദു, ഒരു അടിമ ആത്മാർത്ഥമായി സദുദ്ദേശത്തോടുകൂടി നന്നായി വുളൂ എടുത്താൽ, തഹദ്ദത്ത്, കൊഴിഞ്ഞു പോകും, അൻഹു, അവനെ തൊട്ട്, ദുനൂബുഹു, അവന്റെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. എപ്പോ? കമാ തഹാദ വറഖു ഹാദിഹി ഷജറ, ശൈത്യകാലമാകുമ്പോ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീണും നമ്മൾ കാണാറില്ലേ? നമ്മുടെയൊക്കെ ചുറ്റും റബ്ബറാണുള്ളത്. ഒരു കാലഘട്ടം വന്നാൽ കാറ്റിങ്ങനെ അടിക്കുമ്പോ റബ്ബറിന്റെ ഇലക്കെ കൊഴിഞ്ഞിങ്ങനെ പോകും. ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരു മനുഷ്യൻ വുളൂ എടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു ഇങ്ങനെ പൊറുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ദോഷം പൊറുക്കാനുള്ള ഒരു പോംവഴിയാണ് വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ദേഷ്യം വരുമ്പോ വുളൂ എടുത്താൽ ദേഷ്യത്തിന് ശമനമാണത്. മാത്രമല്ല മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിം ഔ മുഅ്മിൻ, ഒരു മുസ്ലിമായ വ്യക്തി വുളൂ എടുക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വിശ്വാസി വുളൂ എടുക്കുമ്പോ, ഫഗസല വജ്ഹുഹു, അവനവന്റെ മുഖം കഴുകുന്നതോടൊപ്പം ഉണ്ടല്ലോ, ഖറജ മിൻ വജ്ഹിഹി, അവന്റെ മുഖത്തു നിന്നും പുറപ്പെടും, കൊഴിഞ്ഞു പോകും, കുല്ലു ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിൽ ഐനൈൻ, അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ട ഹറാമുകൾ, അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്തതായ തിന്മകളുണ്ടല്ലോ, ആ തിന്മകൾ മഅൽ മാഇ, വുളൂഇൽ മുഖം കഴുകുമ്പോ ആ വെള്ളത്തോടൊപ്പം കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ മഅൽ ആഖിർ ഖത്റിൽ മാഇ, അല്ലെങ്കിൽ വുളൂഇന്റെ അവസാനത്തുള്ളി ഒറ്റ വീഴുന്നതോടുകൂടി അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്തതായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. മാത്രമല്ല വുളൂ എടുക്കുമ്പോ വഗസല യദൈ, 2 കൈയും കഴുകുമ്പോ, ഖറജ മിൻ യദൈഹി, അവന്റെ ആ കൈയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതാണ്, കുല്ലു ഖതീഅത്തൻ ബതശതുഹാ യദാ, ആ കൈ കൊണ്ട് അവൻ എന്ത് ഹറാം പിടിച്ചിട്ടുണ്ടോ, ആ കൈ കൊണ്ട് അവൻ ചെയ്തതായ തിന്മകളുണ്ടല്ലോ, ആ
കൈകൾ കൊണ്ട് അവൻ ചെയ്തതായ ദോഷങ്ങളുണ്ടല്ലോ, ആ ദോഷങ്ങളെല്ലാം അത് കൊഴിഞ്ഞു പോകുമെന്ന മഹൽമായി, ആ വെള്ളത്തോടൊപ്പം കൊഴിഞ്ഞു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് ത്വഹ റസൂലുള്ളാഹി. മാത്രമല്ല അവനവന്റെ കാലുകൾ കഴുകുന്ന സമയത്തോ കുല്ലു ഖതീഅത്തിൻ മശത്ഹാ റിജ്ലാഹു മഅൽ മാഇ, ആ കാലുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തോടൊപ്പം എന്തെല്ലാം ഹറാമിലേക്ക് അവൻ നടന്നു പോയിട്ടുണ്ടോ, ആ ഹറാമിലേക്ക് നടന്നു പോയതായ തിന്മകളുണ്ടല്ലോ, ആ ദോഷങ്ങളുണ്ടല്ലോ, ആ പോരായ്മകളുണ്ടല്ലോ, അത് മുഴുവനും അതോടൊപ്പം കൊഴിഞ്ഞു പോകുമെന്ന് ഖാതിമുൽ അംബിയാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ഹത്താ യഖ്റുജു നഖിയ്യം മിനദ് ദുനൂബ്, ഒരു വുദൂ പൂർത്തിയാകുന്നതോടുകൂടി, ഒടുവിൽ വുദൂ കഴിയുന്നതോടൊപ്പം അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവന് ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും. അപ്പോ മനുഷ്യന്മാരാണ് നമ്മൾ, മനുഷ്യരായ നമ്മളിൽ നിന്ന് തെറ്റ് സംഭവിക്കും, അത് സ്വാഭാവികമാണ്. മനുഷ്യൻ ജിന്നിനും ഇൻസിനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവും സ്വർഗവും ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യൻ തെറ്റ് സംഭവിക്കും. ആ തെറ്റ് സംഭവിക്കുമ്പോ പ്രതിവർഷം 5 വക്ത് നമസ്കാരം നമുക്കുണ്ട്, ഒരുപാട് നന്മയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ആ നന്മകൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വുദൂ ഉണ്ടാവണം. പ്രധാനമായും 4 സമയത്താണ് വുദൂ നിർബന്ധമുള്ളത്. ഒന്ന് നിസ്കരിക്കാൻ, തവാഫ് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, ഖുർആൻ തൊടാനും ചുമക്കാനുമാണ് വുദൂ നിർബന്ധമുള്ളത്. എന്നാലോ പല സമയത്ത് നമുക്ക് വുദൂ സുന്നത്തുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുദൂ വേണം, ബാങ്ക് കൊടുക്കുമ്പോൾ വുദൂ വേണം, ഖബർ സിയാറത്തിന് പോകുമ്പോൾ വുദൂ വേണം, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വുദൂ വേണം, ഉറങ്ങാൻ പോകുമ്പോൾ വുദൂ വേണം. ഈ സമയത്തൊക്കെ നമുക്ക് വുദൂ വേണം. എന്നാൽ നമുക്ക് ഒരുപാട് നന്മകളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ, മൻ തവല്ല അലാ തുഹ്രിൻ, ഒരാൾക്ക് ചെറിയ ശുദ്ധി ഉണ്ടായിട്ട് അവനെങ്ങാനും വുദൂ എടുക്കുമ്പോ കുതിബ ലഹു ഹസനാ, ഓരോ വുദൂവിനും അവന്റെ അക്കൗണ്ടിൽ അല്ലാഹു 10 നന്മകൾ വീതം രേഖപ്പെടുത്തുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്ക്. ഓരോ വുദൂ എടുക്കുമ്പോഴും നമ്മുടെ നന്മകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, വുദൂ എടുക്കുക, നിസ്കരിക്കുക, വുദൂ എടുക്കുന്നത്, ഇത് മാത്രം ഉണ്ടായാൽ മതി. എത്രത്തോളം നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ അവന് യഥാസമയം വുദൂ ഉണ്ടോ നോക്കിയാൽ മതി. കാരണം ഒത്തിരി പഠിപ്പിച്ചല്ലോ. എന്താ പഠിച്ചത്? ലാ യുഹാഫിദുൽ വുദൂഅ ഇല്ലാ മുഅ്മിൻ, ഒരു യഥാർത്ഥ വിശ്വാസിക്കല്ലാതെ വുദൂഇനെ ദായിമാക്കാൻ കഴിയില്ല. അതാ നിസ്കരിക്കാൻ നമ്മൾ വുദൂ. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വുദൂ ഉണ്ടോ? അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ വുദൂവോട് കൂടിയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. മുറ്റമടിക്കുമ്പോൾ നമുക്ക് വുദൂ ഉണ്ടോ? യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വുദൂ ഉണ്ടോ? അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് വുദൂ ഉണ്ടോ? അങ്ങനെ യഥാസമയവും വുദൂഇലായിട്ട് നമുക്ക് നിത്യമാകാൻ കഴിഞ്ഞാൽ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പൊ നമുക്ക് വുദൂ നിത്യാക്കാൻ കഴിയണില്ലെങ്കിലോ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഒരു കുറവുണ്ട് എന്ന് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം മുസ്ലിം പഠിപ്പിച്ചിട്ടുണ്ട് എന്ത്? വുദൂ നിത്യമുണ്ടാവുക യഥാർത്ഥ വിശ്വാസിക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ സമയവും സദാസമയം വുദൂ ഉണ്ടാവാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ, വുദൂ മുറി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മൾ വുദൂവോട് കിടന്നോ, നമ്മുടെ ഭാര്യൻ്റെ കൂടെ കിടക്കണത് വുദൂ മുറിയിലെ വുദൂ മുറിയോ മുറിയിരുന്നില്ല അല്ല ഇവിടെ ചർച്ച. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂ ചെയ്യുന്ന സുന്നത്ത് നീ ചെയ്തോ എന്നുള്ളതാണ്. ഉറങ്ങിയ വുദൂ മുറിയും, വുദൂവിന്റെ കാര്യത്തിൽപ്പെട്ടതാണല്ലോ ഉറക്കം എന്നുള്ളത്. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ പോയി വുദൂ എടുക്കുക. രാവിലെ സുബ്ഹിക്ക് ഉറക്കി നിന്ന് ഉണർന്ന് ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ബാത്റൂമിൽ പോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് വുദൂ എടുക്കുന്നു. സുബ്ഹിന് മുമ്പാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചു, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തു, സുബ്ഹി നിസ്കരിച്ചു, നമ്മൾ മറ്റുള്ള ഏർപ്പാടുകൾ ഏർപ്പെട്ടു.
ആ വുളൂഇനെ ഒരു 8 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ നിലനിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ വല്ല മറ്റ് ബാത്റൂമിൽ പോവുകയോ മറ്റു വുളൂ മുറുകയാണെങ്കിൽ ഉടനെ പോയിട്ട് വുളൂ ദായിമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദുഹാ നിസ്കരിക്കാൻ വീണ്ടും വുളൂ എടുക്കുകയാണ്. അത് ളുഹുർക്ക് നമ്മൾ വീണ്ടും വുളൂ എടുക്കുന്നു. മനുഷ്യ ഭക്ഷണം കഴിച്ചുറങ്ങുന്നവരുണ്ടെങ്കിൽ വീണ്ടും അസർക്ക് ഉണരുന്നു, വുളൂ എടുക്കുന്നു. ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഒരു വുളൂഓടുകൂടി ജോലിക്ക് പോകുന്നു. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സുന്ദരമായ നിമിഷങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സമയത്തൊക്കെയും അംഗശുദ്ധി വരുത്തി വുളൂഓടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മരണത്തെ നമുക്ക് ഭയപ്പെടേണ്ട. എപ്പോഴാണ് മരണം വരിക നമുക്ക് അറിയില്ല. ഉറക്കത്തിലാണോ, ഉണർവിലാണോ, യാത്രയിലാണോ, ജോലിയിലാണോ, നിസ്കാരത്തിലാണോ, മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലാണോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരം മരണത്തെ രുചിക്കും. ആ മരണം നമ്മളെ തേടി വരുന്ന സമയത്ത് നമ്മൾ വുളൂഇലാണെങ്കിൽ, ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളൂഓട് കൂടിയാണ് നമ്മൾ ഉറങ്ങിയത്, രാവിലെ നമ്മൾ ഉണർന്നിട്ടില്ല, എന്നേക്കുമായുള്ള ഉറക്കത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, മരണം നമ്മളെ രുചിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വുളൂഉള്ളവനായി നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടാം. വുളൂഉള്ളവർ കൈകാലുകൾ പ്രകാശിക്കുന്നവരായി അന്ത്യനാളിൽ വരുമെന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ വുളൂ ദായിമാക്കാൻ നമുക്ക് സാധ്യമാവണം. എങ്ങനെ വുളൂ എടുക്കണം? വുളൂഇന്റെ എല്ലാ ഷറത്തുകളും സുന്നത്തുകളും അദാഅുകൾക്കും ബാധിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നത് കേവലം 2 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ അത് വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പഴയ മഹാന്മാരൊക്കെ വുളൂഇനെ മരുന്നായിട്ടാണ് കണ്ടത്. എന്ത് രോഗത്തിനും വുളൂ മരുന്നാണ്. ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും വുളൂ എന്ന വിശേഷ ബുദ്ധിയെ, ആ ഒരു ദാഇമിനെ നിത്യമാക്കിയ മഹാന്മാരുടെ ചരിത്രം കാണാം. ഒറ്റ ചരിത്രം ഞാൻ പറയാം. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച, ദുനിയാവിനെ കുറിച്ച് ലെവലേശ ചിന്തയില്ലാത്ത മഹാനായിരുന്നു ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു. മഹാനുകൾക്കൊരിക്കൽ ചെങ്കണ്ണ് ബാധിച്ചു. അന്നഹു റമദത്ത് ഐനുൽ ജുനൈദ് മറത്തൻ. ഒരിക്കൽ ജുനൈദ് റളിയല്ലാഹു അൻഹുവിന് കണ്ണ് രോഗം ബാധിച്ചപ്പോൾ, റമദാനിൽ ചെങ്കണ്ണ് എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ചെങ്കണ്ണ് രോഗം ബാധിച്ചപ്പോ ഡോക്ടർ വന്നു, ചികിത്സിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇൻ തുരീദ ഐനൈക, അങ്ങേക്ക് കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഫലാ തുസിൽ ഇലൈഹിമാ മഅൻ, 2 കണ്ണിലും വെള്ളം സ്പർശിക്കരുത്, വെള്ളം വെച്ചരുത്, വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ഫലമ്മാ ദഹബ തീബു, ഡോക്ടർ പോയതായ സമയത്ത് മഹാനവറുകൾ തവദ്ദഅ വസല്ല, നല്ല അസ്സലായിട്ടുള്ള വുളൂ എടുത്തു 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് വനാമ ഒന്നുറങ്ങി. ഉറങ്ങി എണീറ്റപ്പോ ബരീഅത്തു ഐനി, അദ്ദേഹം ആ ഉറക്കിൽ അദ്ദേഹത്തിന്റെ കണ്ണ് രോഗം അങ്ങ് സുഖപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഒരു അശരീരി അദ്ദേഹം കേൾക്കുകയാണ്. എന്താണ് അശരീരി കേൾക്കുന്നത്? തറക ജുനൈദു ഐനിഹു ഫീ റളാഇ, അല്ലാഹു പറയുന്നു, ഇന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജുനൈദ് സ്വന്തം കണ്ണുപോലും വേണ്ടെന്ന് വെച്ചു. ഡോക്ടർ പറഞ്ഞതാണ്, വുളൂ എടുത്താൽ, കണ്ണ് നനച്ചാൽ നിങ്ങളെ കണ്ണിന്റെ കാഴ്ചശക്തി പോവും, കണ്ണില്ലാതെയാകും. പക്ഷേ അവിടെ റബ്ബിന്റെ തൃപ്തിയായിരുന്നു ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ അത്ര വലിയ മഹാന്മാരാണ് കേട്ടോ. ദുനിയാവിൽ ഒരു ചിന്തയുമില്ല, ജീവിതത്തിൽ ഒരു കറാത്ത് ചെയ്തിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി ചെയ്തിക്കണമല്ലോ എന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മളെ കാഴ്ചശക്തി പോയിട്ട് പടച്ചോനെയും ഉസ്താദിനെയും കുറ്റം പറഞ്ഞ കാര്യം ഉണ്ടാവൂല. നമ്മൾ ഹൃദയം നന്നായാൽ, നമുക്ക് തഖ്വയുണ്ടായി കഴിഞ്ഞാൽ, റബ്ബിന്റെ തൃപ്തി നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ദറജയിലേക്ക് എത്താൻ കഴിയും. ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി
കണ്ണ് രോഗം സുഖപ്പെടാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ണ് പോലെ വേണ്ടെന്ന് വെച്ചപ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് രോഗം അങ്ങ് മാറ്റിക്കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതാ ഡോക്ടർ വരികയാണ്. എന്നിട്ടോ അദ്ദേഹത്തിന്റെ കണ്ണ് സുഖപ്പെട്ടതായി കാണുന്നു. ഡോക്ടർക്ക് അത്ഭുതമായി. ഡോക്ടർ തങ്ങൾ എന്താ ചെയ്തത്? അപ്പൊ മഹാനുകൾ പറഞ്ഞു, ഞാൻ വുളൂ എടുത്തു നിസ്കരിച്ചു, എന്റെ റബ്ബിന്റെ രോഗം സുഖപ്പെടുത്തി. ആ ഡോക്ടർ ഒരു നസ്രാനിയായിരുന്നു, ഒരു അമുസ്ലിമായിരുന്നു. അപ്പൊ തന്നെ ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ ഡോക്ടറോട് ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ ഇലാജുൽ ഖാലിഖി, ഇത് സൃഷ്ടാവിന്റെ ചികിത്സയാണ്. ലാ മഖ്ലൂഖ്, വുദൂ സൃഷ്ടാവിന്റെ ചികിത്സയാണ്, സൃഷ്ടിയുടെ ചികിത്സയല്ല. വകുന്തു അനാ അറം അമദ, എനിക്ക് കണ്ണ് രോഗം ബാധിച്ചു. വകുന്ത അൻത തുബീബ്, എന്റെ ഡോക്ടർ റബ്ബാണ്, റബ്ബ് എന്റെ രോഗം സുഖപ്പെടുത്തി എന്ന് പറയുന്ന ചരിത്രം കാണാം. ശരിക്കും പറഞ്ഞാൽ മഹാരഥന്മാരൊക്കെ വുദൂഇൽ അത്രയും ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നാണ്. എന്തും ഏത് സമയവും സദാസമയവും വുദൂഇലായിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് പൈസക്ക് ചെലവില്ലല്ലോ. ഇന്ന് വെള്ളക്ഷാമമല്ല, ഇനി വെള്ളത്തിന് ക്ഷാമമുണ്ടെങ്കിൽ വുദൂഅ് തയമ്മം ചെയ്തുകൊണ്ട് വുദൂ എടുക്കുക, വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് വരും. അപ്പോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരിമാരോട്, എൻ്റെ ഉപ്പമാരോട്, കാരണന്മാരോട്, പിഞ്ചു മക്കളോട് ഈ ഉണർത്താനുള്ളത്, നമ്മൾ വുദൂഅ് നിത്യമുള്ളവരാവണം. എല്ലാ സമയവും സദാസമയം നമ്മൾ വുദൂ ഉണ്ടായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, ഉറങ്ങുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്ത് വുദൂ മുറിഞ്ഞാൽ ഉടനെ പോയിട്ട് എന്ത് ചെയ്യുക, വുദൂഇനെ പുതുക്കുന്ന ഒരു സവിശേഷ ബുദ്ധി നമ്മളിൽ ഉണ്ടാവുക. വസ്വാസുൽ ഖന്നാസ് ഉണ്ടാവുകയും ചെയ്യരുത്. വെള്ളം അമിതമായി ചിലവഴിക്കുന്നു, അങ്ങനെ പാൻ്റെ ചീത്ത കേൾക്കുന്നു, അവസ്ഥ ഉണ്ടാവുന്ന മാന്യമായ രീതിയിൽ കടലിൽ നിന്നാണ് നിങ്ങൾ വുദൂ എടുക്കുന്നതുമെങ്കിൽ നിങ്ങൾ അമിതഭ്യം കാണിക്കരുത് എന്ന് പഠിപ്പിച്ച ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. നമ്മൾ ഒന്ന് മനസ്സിരുത്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വഴികൾ അല്ലാഹു കാണിച്ചു തരും. നമ്മുടെ പാപക്കറകൾ മായ്ച്ചു കളയാൻ, നമ്മുടെ കുടുംബത്തിൽ സുഹൃതമുണ്ടാവാൻ, നമ്മൾ മുഖ്ലിസീങ്ങളാവാൻ, നല്ല ഇഖ്ലാസുള്ളവരാവാൻ അതിനുള്ള വഴിയാണ് എല്ലാ സമയവും വുദൂ ഉണ്ടാവുക എന്നുള്ളത്. വുദൂ എടുക്കുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കണമെന്ന് മാത്രം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വുദൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കർമ്മത്തിനും 3 കാര്യങ്ങളുണ്ട്, മസ്റ്റായിട്ട് 3 കാര്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന് നിബന്ധനകൾ, നിർബന്ധ ഘടകങ്ങൾ, അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ. ശ്രദ്ധിക്കണേ, ഷറത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനകളാണ്, അഥവാ അത് സ്വൈഹാകാൻ അത് അനിവാര്യമാണ്. ഫർള് പറഞ്ഞ നിർബന്ധ ഘടകങ്ങളാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഐശിക ഘടകങ്ങൾ, അതിനാണ് സുന്നത്ത് എന്ന് പറയുക. അഥവാ അതും കൂടി ഉണ്ടെങ്കിൽ അത് മനോഹരമാവുകയുള്ളൂ. ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വാർപ്പ് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ താമസിക്കാം. പക്ഷെ തേച്ച് പെയിന്റ് അടിച്ച് ഒരു കുട്ടപ്പനാക്കുമ്പോൾ ഒരു വീടൊരു മനോഹരമാകുള്ളൂ അല്ലെ. താമസിക്കണമെങ്കിൽ തേക്കേണ്ട ആവശ്യമില്ല. എന്നതുപോലെ തന്നെ വുദൂഇന്റെ ഫർളുകൾ പാലിച്ച് അതിനെ വുദൂ സഹിയാക്കും. അതിൻ്റെ സുന്നത്തുകൾ കൂടി പാലിക്കുമ്പോഴേ വുദൂ ആ ഒരു കൃത്യമായി അതിൻ്റെ പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ് ആ ഷർത്ത്. ഏതൊരു കാര്യത്തിനും നിബന്ധന എന്നാൽ ആ കാര്യത്തിൽ പെട്ടതല്ലെങ്കിലും അത് പാലിച്ചാൽ അത് ശരിയാവുകയുള്ളൂ. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക, ഷറത്ത് എന്ന് പറയുക. ഉദാഹരണം, ശുദ്ധി. നിസ്കാരത്തിന്റെ ഫർള് പെട്ടതല്ല, ശുദ്ധി ഇല്ലാതെ എന്താവൂല, നിസ്കാരം സഹിയാവൂല. എന്നാൽ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്, നിസ്കാരത്തിന്റെ ഷറത്ത് എന്ന് പറയുന്നത്. എന്നതുപോലെ വുദൂഇന്റെ ഷറത്ത് പറഞ്ഞാൽ വുദൂ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾക്കാണ് വുദൂഇന്റെ ഷറത്ത് എന്ന് പറയുന്നത്. വുദൂഇന്റെ ഫർള് എന്ന് പറഞ്ഞാലോ വുദൂഇൽ ഉൾപ്പെട്ടതായ ഘടകങ്ങൾ. ഏതൊരു കാര്യത്തിനും അതിന്റെ നിർബന്ധ ഭാഗങ്ങൾ, അതിനാണ് ഫർള് എന്ന് പറയുക.
യഥാർത്ഥത്തിൽ ആ കർമ്മം അവയിൽ ഒന്നില്ലാതായി ഉണ്ടാവില്ല. ഇപ്പൊ വുളു എടുക്കുമ്പോ തല തടവില്ല, വുളു ഇല്ല. അതിനാണ് ഫർദ് എന്ന് പറയാം. സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാലോ ഏതൊരു കർമ്മത്തിന്റെയും ഭാഗം തന്നെയാണ് സുന്നത്തുകൾ, പക്ഷേ നിർബന്ധ ഘടകം അല്ല. ഐശികമെന്നത് ഇച്ഛിക്കുന്നുവെങ്കിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സുന്നത്തായ കാര്യങ്ങൾ. പക്ഷെ സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം കിട്ടും, ഇല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അപ്പൊ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വുളു എടുക്കേണ്ടത്. വുളുവിന് പ്രധാനമായിട്ടും 5 ഷർത്തുകളാണുള്ളത്. മഹാരഥന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. മാപ്പ് മുത്തലക്കായിരിക്കണം, അഥവാ നിരുപാധികം തൊഹൂറായ വെള്ളമായിരിക്കണം. വെള്ളം തൊഹൂറായിരിക്കണം. നമുക്ക് 3 തരം വെള്ളമാണുള്ളത്. ഒന്ന് തൊഹൂറായ വെള്ളമുണ്ട്, ത്വാഹിറായ വെള്ളമുണ്ട്, മുത്തനജീസായ വെള്ളമുണ്ട്. തൊഹൂർ എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്ന് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ഉദാഹരണം കിണറ്റിലെ വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, അങ്ങനെ എക്സെട്ര. എന്നാൽ ത്വാഹിർ എന്ന് പറഞ്ഞാൽ ശുദ്ധി ഉണ്ട്, പക്ഷെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ പനനീർ വെള്ളം, ജ്യൂസുകളൊക്കെ എന്താണ്, വെള്ളം തന്നെയാണ്, പക്ഷെ ഇതുകൊണ്ട് എന്താവൂല, ശുദ്ധീകരണം നടക്കും. ഇതിനാണ് ത്വാഹിർ എന്ന് പറയാം. മറ്റൊന്ന് മുത്തനജീസാണ്, നജസ് കലർന്ന വെള്ളം. അത് സ്വയം ശുദ്ധിയില്ല, മറ്റൊന്ന് ശുദ്ധീകരിക്കാൻ കഴിയില്ല. അപ്പോൾ വുളൂഇന്റെ ഷറത്തുകളിൽ ഒന്നാമത്തെ കാര്യം മാഉ മുത്തലഖായിരിക്കണം, നിരുപാധികം ശുദ്ധിയുള്ളതായിരിക്കണം. അല്ല ക്ലോറോഫൈഡോ അല്ല വേറെ മരുന്നുകളോ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചതാവരുത്. നിരുപാധികം ശുദ്ധിയുള്ളതായ വെള്ളമാണ് വുളൂഇന് വേണ്ടത്. അല്ലെങ്കിൽ മുത്തലക്കൻ ഒരു ഭാവന ഉണ്ടായാലും മതി. ഇപ്പോ മഴ പെയ്യാണ്, പെരും മഴന് പൊയ്യ കൂടി നല്ല ചളിക്കളറുള്ള വെള്ളമാണ് വരുന്നത് അല്ലേ. ചളി നജസാണോ? ചളി നജസാണോ? ചളി നജസല്ല, മണ്ണാണ്. മണ്ണ് കലങ്ങിയതല്ലേ, അതിൽ നജസ് ഉണ്ടാവാം. മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളല്ലേ, അല്ലെ എവിടെയെങ്കിലും വല്ല മൃഗങ്ങൾ ചത്രങ്ങൾ അതും എന്ത് ഉണ്ടായാലും കലങ്ങി വരാം. പക്ഷെ നിരുപാധികം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഭാവനയിൽ ശുദ്ധിയായ വെള്ളം തന്നെയാണെന്ന് ബോധമുണ്ടായാലും മതി എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. വുളൂഇന്റെ ഒന്നാമത്തെ ഷർത്ത് വെള്ളം സ്വന്തം നിലക്ക് ശുദ്ധിയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വുളൂ ചെയ്യുന്നതിന് മുസ്ലിം ആയിരിക്കണം, തമീസ് ഉണ്ടാവണം. ഫറലിനെ കുറിച്ച് അറിവുണ്ട്, നിസ്കാരത്തിന്റെ ഫറൽ ഏതൊക്കെയാണ് അറിവുണ്ടാവണം. സുന്നത്തിന് ഫറലായി ചിന്തിക്കുന്ന ആളാവരുത്. അപ്പൊ വുളൂഇന് എന്തൊക്കെയാണ് ഫറലിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. നമ്മള് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു വുളൂഇന്റെ അമലുകൾ പെട്ടതാണ് തല തടഞ്ഞ ചെവി തടവും. ചെവി തടവിൽ ഫറലാണെന്ന് ഒരാളെ ഭാവന ഉണ്ടെങ്കിൽ അവന്റെ വുളൂ സഹിയാകൂല. കാരണം ഭാവനയിൽ ഏതൊക്കെയാണ് ഫറൽ എന്നവൻ അറിഞ്ഞിരിക്കണം, അതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് മറയില്ലാതിരിക്കണം. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ മറ ഉണ്ടാവാൻ പാടില്ല, വെള്ളം ചേരുന്നതിനെ തടയുന്ന മറ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നഖത്തിന്റെ ഇടയിൽ ചളിയുണ്ടെങ്കിൽ വെള്ളം തട്ടൂല, മറയാണത്, വുളൂ സഹിയാകൂല. സഅഫറാൻ, കുങ്കുമം, സന്തനം, പിന്നെ ചന്ദനം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വെള്ളം പകർച്ചയാക്കും, അല്ലെങ്കിൽ എന്താകും, അതിനെ വെള്ളം ചേരുന്നതിന് തടയും. ഇത് 2 സംഗതി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ വുളൂ സഹിയാവുകയില്ല. അതുപോലെ കഴുകപ്പെടുന്ന വെള്ളം ഒലിപ്പിക്കണം. ഇത് പോയിന്റാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ വുളൂക്ക് എങ്ങനെയാണ് ഹവദിനെ കൈയ്യട്ടിട്ട് കൈമെന്ന് തേമ്പും. ശ്രദ്ധിച്ചു നിങ്ങൾ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം, കൈ കഴുകണ്ടാവയാ അവിടെ തൊട്ടാ പോരാ, തലമ്പ് എന്തിനാ തടവിയാൽ മതി, തല തടവലാണ്. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത് വുളൂ സഹിയാകാനുള്ള നിബന്ധനയാണ്. അത് ബോധിപ്പിച്ചു കൊടുക്കണം. മറ്റൊരു കാര്യമാണ് നിത്യശുദ്ധി. മൂത്രവാർച്ച പോലത്തെ നിത്യശുദ്ധിയുള്ള ആള് സമയമായ നിസ്കരിക്കാനാണ് വുളൂ കൊടുക്കുന്നെങ്കിൽ അവൻ എന്താവണം, സമയമായെന്നറിയണം. ഇത് വുളൂഇന്റെ ഒരു നിബന്ധനയാണ്. നിത്യശുദ്ധി അല്ലാത്ത സമയത്ത് എന്തില്ല, വുളൂ അവനക്ക് എന്തില്ല, സുന്നത്തുമില്ല.
നേരെ മറിച്ച് ഖുർആൻ ഓതാൻ വേണ്ടി തയ്യാറാണ്, അവന് വുളു എടുക്കുന്നു, ഖുർആൻ ഓതുന്നു. എന്തിനു വേണ്ടിയാണോ തയ്യാറാകുന്നത് അതിനു വേണ്ടി എന്ത് വുളു എടുക്കുന്നു. മറ്റൊരു കാര്യം ചെയ്യും, വീണ്ടും എന്താണ്, അവൻ ശുദ്ധീകരിച്ചിട്ട് വേണം എന്ത് ചെയ്യാന് വുളു എടുക്കാൻ. ഉദാഹരണത്തിന് മൂത്രവാർച്ചല്ല ആള്, ചെറിയ ഉദാഹരണം, മൂത്രവാർച്ചല്ല ആള് പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, വുളു കൊടുത്താണ്ട് ബാങ്കുക്ക് കൊണ്ട് തന്നെ ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുകയാണ്, പറ്റൂല. അയാളെന്താണ്, സമയമായാൽ ഉടൻ എന്ത് ചെയ്യുക, ശുദ്ധീകരണം ഒരുപാട് ഭാഗങ്ങളുണ്ട്. മൂത്രവാർച്ചയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് ശുദ്ധീകരണ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഞ്ഞി വെച്ച് കെട്ടേണ്ടതുണ്ടാകും, അതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും, അതൊക്കെ സ്വീകരിച്ച് വേഗം വുളു എടുത്ത് വേഗം നിസ്കരിക്കുന്ന സിസ്റ്റമാണ് ആർക്കുള്ളത്, നിത്യശുദ്ധിയുള്ള ആളുകൾക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5 കാര്യങ്ങൾ വുളു ചെയ്യുന്നതിന്റെ മുമ്പേ, നമ്മളൊക്കെ മുസ്ലിം ആണല്ലോ, തെമ്മിതെത്തിയ ആളുകളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്, വുളു എടുക്കുന്ന വെള്ളം തനിയെ ശുദ്ധിയുള്ള തഹൂറായിരിക്കണം. രണ്ടാമത്തെ കാര്യമോ, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല, വെള്ളം ചേർത്ത് തടയുന്ന അവയവങ്ങൾ ഇല്ലാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, വെള്ളം പകർച്ചയാകുന്ന അവയവങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പോ നമ്മുടെ കൈമേല് ഇപ്പോ രാജാജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോ കന്നാളികൾ നടക്കുന്ന ആളാണ്, അപ്പൊ ആദ്യം തന്നെ വുളു എടുക്കുന്നതിന് മുന്നേ ആദ്യം ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, വുളു എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ആ വെള്ളത്തിൽ പകർച്ചയായി കഴിഞ്ഞാൽ നജസ് ഉണ്ടെങ്കിൽ ആ വുളു എന്താകൂല, സ്വഹീയാകൂല. ഒരു ഉദാഹരണം പറഞ്ഞാണല്ലോ. അപ്പം കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തിൽ പകർച്ചയാക്കുന്ന ഒന്നുമില്ലെന്ന് എന്ത് ചെയ്യണം, വുളുവിന്റെ മുമ്പ് ഉറപ്പുവരുത്തണം. വെള്ളം ചെയ്ത് തടയുന്ന മഷി പോലത്തെ അല്ലെങ്കിൽ ചുണ്ണാമ്പ് പോലത്തെ പശ പോലത്തെ ഒന്നുമില്ലെന്നും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അഞ്ചാമത്തെ കാര്യമാണെന്ത്, നിത്യശുദ്ധിയുള്ള ആള് സമയമാവുകയും ആയെന്നറിയുകയും വേണം എന്നുള്ളത്. ഈ 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയുന്നു, വെള്ളം തഹൂറായിരിക്കണം. 2, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം പകർച്ചയാകുന്ന ഒന്നുമുണ്ടാവരുത്. 3, കഴുകപ്പെടുന്ന അംഗങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നുമില്ലാതിരിക്കണം. 4, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. 5, നിത്യഅശുദ്ധിയുള്ളവൻ എന്താവണം, സമയമായെന്നറിയണം. ഇതാണ് വുളൂഇന്റെ ഷർത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വുളൂഇന്റെ ഫറളുകളും സുന്നത്തുകളും, ഫറളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് സുന്നത്തുകൾ വുളൂഇനുണ്ട്. ആ സുന്നത്തുകളൊക്കെ പാലിക്കുമ്പോഴേ ഈ അശറത്തുൽ ഹസനാത്ത് നമ്മൾ കൊണ്ടുള്ളൂ. വുളൂ എടുക്കുമ്പോൾ അവന്റെ പാപങ്ങൾ പൊറുക്കും, അവന്റെ 10 നന്മകൾ രേഖപ്പെടുത്തുമെന്നൊക്കെ പറയുന്ന ആ കാറ്റഗറിക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ മുഖ്ലിസായ രീതിയിൽ വുളൂഇന്റെ എല്ലാ നസ്സും ഷർത്തും ഫറളും സുന്നത്തൊക്കെ മനസ്സിലാക്കി വുളൂ എടുക്കുകയും അപ്പോഴേ നമ്മൾ ആ പദവിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുള്ള ഷെഡ്യൂൾ പെട്ടതാണ്, ഫറളും സുന്നത്തും കൂടി സമയം ഒരുപാട് വൈകി. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വ്യാഴാഴ്ച ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളിയാഴ്ച പറയാൻ വിട്ടുപോയതാണ്. നമ്മളുടെ ഈ സഫർ മാസത്തിലെ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. എല്ലാവരും പരസ്പരം അത് ഷെയർ ചെയ്തുകൊണ്ട് എല്ലാ ആളുകളും ആ സദസ്സിൽ പങ്കെടുക്കണമെന്ന് സാന്ത്വനം ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്തിട്ട് പിരിയാം. ഒന്നടിട്ടുന്നല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുലൈമാസ്താദിലേക്ക് ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പേഴ്സണലായിട്ട് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ, ഒരാൾക്ക് സംശയമാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله
അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹുവേ. ഞങ്ങൾ ചൊല്ലിയ ഹദ്ദാദ് റാത്തീബിനെ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ജീവിതത്തിൽ ഹദ്ദാദ് റാത്തീബ് ദായിമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതുമായി ഞങ്ങളെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുത്ത ഈ മജ്‌ലിസിന്റെ ബർക്കത്തോടെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം മഗ്ഫിറത്ത് നൽകണം ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനേ. ജീവിക്കുന്ന കാലമത്രയും ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം നിന്റെ ത്വഅത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ മുഖ്ലിസീകളെ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ ആഖിബ് നന്നാക്കി തരണം അല്ലാഹുവേ. മരണം ആസന്നമാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം നിന്റെ ഇഷ്ടദാസന്മാരിൽ ഒരു ഇടം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഉറ്റവർ, ഉടയവർ, റഹ്മാൻ ഇങ്ങനെ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് ആരുടെ മണ്ണിലാണ് അവരുടെ ബർസഖിയായതും സന്തോഷത്തിലാക്കണം റാഹത്തിലാക്കണം അല്ലാഹുവേ. അവരിൽ ഖബറിൽ വല്ല അദാബുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ ഇളവ് നൽകണം മോചനം നൽകണം അവരുടെ ഖബറിടം കണ്ണെത്താ ദൂരത്തോളം വിശാല നൽകണം റഹ്മാൻ. ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഗുരുവര്യന്മാർ, അവർക്ക് നീ ആഫിയത്ത് നൽകണം ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണം ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം ഞങ്ങൾക്ക് ഭക്ഷണ സൗകര്യങ്ങൾ നൽകുന്നവർക്ക് നീ സ്വർഗീയ ഭക്ഷണ സൗകര്യങ്ങൾ നൽകണം അല്ലാഹു. ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണം നാളെ ഞങ്ങൾ മാതാപിതാക്കൾക്കും ഗുരുവര്യന്മാർക്കും നാടിന് വേണ്ടും ഉപകരിക്കുന്ന മക്കളെ നൽകണം മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം ഇണകളില്ലാതെ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണം ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും ജോലിയിലും കച്ചവടത്തിലും ഭാര്യസന്താന കുടുംബങ്ങളിലും ഖൈറും ബർക്കത്തും ഇസ്സത്തും റാഹത്തും ഐക്യവും സമാധാനവും സന്തോഷവും നൽകണം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ മോചനം നൽകണം എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണം ഷാഫിയായ ഗാഫിയായ നാഥാ നീ പരിപൂർണ്ണ ശിഫാ നൽകണം അതിനൊരു സബബായി മജ്‌ലിസിനെ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൽമിന്റെ മജ്‌ലിസ് എവിടെയുണ്ടെങ്കിലും അവിടെ ഓടിയെത്താനുള്ള തൗഫീഖ് നൽകണം ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على جميع الأنبياء والمرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلى على جميع الأنبياء والمرسلين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ വിലയേറിയ ദുആകളൊക്കെയും എന്നെയും എൻ്റെ കുടുംബത്തെയും മൺമറഞ്ഞു പോയ ഉപ്പയെയും വല്ലിപ്പയും ഒക്കെ ഉൾപ്പെടുത്താൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.